ഹൈ ഗോൾഡൻ ടേസ്റ്റി ഈ വളമുണ്ടല്ലോ ചെറുതിനും വലുതിനും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. ഹൈ ഗോൾഡൻ ടേസ്റ്റി എല്ലാവർക്കും സുഖമെന്ന് കരുതട്ടെ. ഇന്ന് ഞാനൊരു നല്ലൊരു ഫംഗിസൈഡ് എന്നൊക്കെ പറയാം അതിന്, കാരണം അത്ര നല്ല സൂപ്പറായിട്ടുള്ള ഒരു വളവും അതേപോലെ തന്നെ ഒരു കീടനാശിനിയൊക്കെ ആയിട്ടൊരു സംഭവമാണ് ഞാനിവിടെ ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം, അതായത് ഈ വെള്ളം എങ്ങനെയുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അരിയൊക്കെ വെള്ളത്തിലിട്ട് ഇഡ്ഡലിക്കും പിന്നെ ദോശയ്ക്കും അത് ഇഡ്ഡലിക്കും ദോശയ്ക്കും ചമ്മന്തിനും എല്ലാം നമ്മൾ അരി അടുപ്പത്തിൽ വെള്ളത്തിലിടുമല്ലോ. ആ അരിക്കകത്ത് നമ്മൾ ഉലുവ ചേർക്കും, ഇത് കൂട്ട് ഉഴുന്ന് ചേർക്കും. അപ്പോൾ നമ്മളിതൊക്കെ കൂടെ ചേർക്കുമ്പോൾ നമുക്ക് നമ്മുടെ അരി കഴുകി വെള്ളത്തിലിട്ട് നമ്മൾ കുതിർത്ത് കഴുകി വാരി എടുത്ത് ജാറിലിട്ട് നമ്മൾ അരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ജാറിലെ വെള്ളം എടുത്ത് ജാറിലെ വെള്ളമല്ല, ആ കഴുകി വാരുന്ന ആ കുതിർന്ന വെള്ളം എടുത്ത് നമ്മൾ ഒരു കാരണവശാലും കളയാൻ പാടില്ല. അതിനകത്ത് സൂപ്പറായിട്ടുള്ള വളങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആ വെള്ളം എടുത്ത് മാറ്റി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് അരച്ച് കഴിയുമല്ലോ. അപ്പോൾ ജാറിനകത്തൊക്കെ ഉണ്ടെന്ന് വരികില്ല, നമ്മളത് ജാറ് നല്ലതുപോലെ ഒന്നുകൂടെ കഴുകില്ലേ. ഇത് കഴുകിയതിലേക്ക് ഒഴിക്കുന്നു, അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ജാറ് ഒന്നുകൂടെ കഴുകുന്നു. ആ കഴുകുന്ന വെള്ളവും ആ കുതിർന്ന് വാരി വെള്ളത്തിലേക്ക് നമ്മൾ ഒഴിക്കുക ചെയ്യുന്നത്. അപ്പോഴത് ഒരു നേരത്തോട് നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇത് കോരിയത് പുളിച്ച് പൊന്തും. ഈ പുളിച്ച് പൊന്തുന്ന വെള്ളം നമ്മൾ എടുത്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം, ഇരട്ടി വെള്ളവും ചേർത്ത്. അപ്പോൾ അതാണ് ഞാനിവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങളെ ഞാനൊന്ന് കാണിക്കാം. ഇതാണെന്ന് ഒരിക്കൽ അത് ഞാൻ എടുത്തിരിക്കുന്നത് ഇതാണ്, അരി കഴുകിയ വെള്ളമാണ്. ആ വെള്ളത്തിനകത്ത് ഇച്ചിരി ഉള്ളിയും ഒക്കെ കൂടെ ഞാനങ്ങ് പൊളിച്ച ആവശ്യത്തിനൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ആ ഉള്ളിത്തോലും ഒക്കെ അതിനകത്തോട്ട് ഇട്ടു. കാരണം ഇതൊരു ഇതാണ്, ഒരു കീടനാശിനിയും കൂടിയാണ്. നമ്മുടെ ചെടികൾക്ക് നമുക്ക് വല്ല എന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലും വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പൂക്കൾ ഈ ഓർക്കിഡ്സിൻ്റെ പൂക്കളൊക്കെ കുത്തി കളയാനായിട്ട് ഒരു ചെറിയ പ്രാണി വരുന്നുണ്ട്. അവർക്കുമൊക്കെ ഇത് വളരെ നല്ലതാണ് ഈ വെള്ളം. നമ്മളിനിയിപ്പം കടയിൽ പോയി ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഈ വെള്ളമൊക്കെ കൂടി ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമുക്കിത് അടിച്ചു കൊടുക്കാൻ. ഇതിനകത്ത് നമ്മൾ ഇരട്ടി വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഈ വെള്ളമാണ് നമ്മൾ സ്പ്രേയായിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കീടങ്ങളെ നശിപ്പിക്കും. പിന്നെ വളമായി എല്ലാം നമ്മുടെ ഓർക്കിഡ്സിന് നല്ലതാണ്. പിന്നെ റോസയ്ക്കൊക്കെ കീടം വരും, അതിൻ്റെയൊക്കെ ഇലയുടെ അടിയിലൊക്കെ ഇത് അടിച്ചു കൊടുക്കുക. ഒത്തിരി നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇനി നിങ്ങളിത് അടിച്ചു കഴിയും, നന്നായിട്ട് അരിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇതിനകത്ത് ഡാമേജ് ആവും. അതുകൊണ്ടാണ് ഇത് നമ്മൾ നന്നായിട്ട് കുളിപ്പിച്ചെടുക്കുക ചെയ്യുന്നത്. കാരണം ഇച്ചിരി അത്യാവശ്യമായിട്ട് ഇതുപോലെ നമ്മൾ കുളിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഈയിടെ ഒരു അഗ്രികൾച്ചർ ടീച്ചർ എന്നോട് പറഞ്ഞത് 6 മണിക്ക് മുമ്പും 6 മണിക്ക് ശേഷവും വേണം ഈ ഓർക്കിഡ്സിന് വളം ചെയ്യാനാണ്. അപ്പം നമ്മൾ ഇപ്പം ചൂടായതുകൊണ്ട് ഈ സമയത്ത് ഇത് ചെയ്താലും പെട്ടെന്ന് ഇതിൻ്റെ കവളിലൊക്കെയുള്ള വെള്ളം നന്നായിട്ട് അങ്ങോട്ട് ഉണങ്ങിപ്പോയിക്കോളും. മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് ഉണങ്ങില്ല. അതുകൊണ്ട് കഴിവതും ആരും വൈകുന്നേരം 6 മണിക്ക് ശേഷം ഇത് ചെയ്യും. വർഷകാലത്തിൽ ചെയ്യരുത്, വേനൊക്കെ കുഴപ്പമില്ല കേട്ടോ, പെട്ടെന്ന് ഉണങ്ങിപ്പോയിക്കോളും. അതുകൊണ്ടിട്ട് ഞാനിപ്പോൾ ഇവർക്ക് വൈകുന്നേരം ഞാനിപ്പോൾ ഇത് ഫെർട്ടിലൈസർ കൊടുക്കുവാണ്. നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് ഒരിക്കൽ സബ്സ്ക്രൈബും കമൻസും ഒക്കെ തന്ന് ഹെൽപ്പ് ചെയ്യുക. ഇത് നമ്മുടെ ഗ്രൂപ്പിലുള്ള സിമ്പിൾ ഇതാണ്. എല്ലാവരും പലതരത്തിലൊക്കെ പറയും, പക്ഷേ ഇത് വളരെ നല്ലതാണ്. ഇതിനെ നല്ലതുപോലെ നമ്മളിങ്ങനെ കുളിപ്പിച്ച് നമ്മളിങ്ങോട്ട് എടുക്കുക. കാരണം ഇത് വിഷാംശം കലർന്ന വളമോ അങ്ങനെയുള്ളതൊന്നുമല്ല. ഇവർക്കിതെപ്പോഴും സുഖമുള്ള തണുപ്പുള്ള വളമാണ് നമ്മളിപ്പോൾ ഇതിന് കൊടുക്കുന്നത്. അതുകൊണ്ട് അവർക്കത് ഒരിക്കലും ദോഷം ചെയ്യുന്നില്ല. ഇതുപോലെ നമ്മളതിൻ്റെ തണ്ടിനെയും ഇലകളെയും ഒക്കെ നല്ലപോലെ കുളിപ്പിച്ചെടുക്കണം. ഇച്ചിരി ചൂടിൽ ഒഴിച്ചു കൊടുക്കുക മാത്രം അല്ല ചെയ്യേണ്ടത്. നമ്മളിങ്ങനെ ഇവരെ കുളിപ്പിച്ച് കൊടുക്കുന്നത് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിവിടെ വന്ന് നോക്കുമ്പോൾ എല്ലാം ഉണങ്ങിയിരിക്കും. വേനലായതുകൊണ്ട്, വർഷമായാലും അങ്ങനെ ഉണങ്ങിയാൽ അതുകൊണ്ടിട്ട് അന്നേരം ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രാവിലെ തന്നെ വളം ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ.
ഇതുകൊണ്ട് എല്ലാത്തിലും എത്രയാ കൂമ്പ് പൂക്കളുടെ മൊട്ട് വന്നിരിക്കുന്നതെന്നറിയാം. ഇതുകൊണ്ട് ഇതെല്ലാം അതിൻ്റെ പൂക്കളാണ്. ഇനി അതിൻ്റെ ഇടവഴിയുണ്ട്. ഇപ്പോൾ അവസാനം അവർ നിവൃത്തിയില്ലാതെ ആയി കഴിയുമ്പോൾ അവർ ഓരോ മൊട്ട് വീതം വന്ന് പൂക്കളായിരിക്കുന്നുണ്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കാരണം ഇതിങ്ങനെ ഒന്നരാടം ദിവസം നമുക്ക് ഇത് കൊടുക്കാൻ സാധിക്കും. ഈ വളങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള വളങ്ങൾ ഇനിയുണ്ട്. പലതരം വളങ്ങൾ ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നതുണ്ട്. മറ്റേ ഇംഗ്ലീഷ് വളമാണെന്നും ഒരിക്കൽ നമ്മളിങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അത് ആഴ്ചയിൽ ഒന്നൊക്കെ നമ്മളിങ്ങനെ കൊടുക്കാൻ പാടുള്ളൂ. അതും കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. 1 ലിറ്ററിൽ 19 ആണെങ്കിലും 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 5 ഗ്രാം സാധനമൊക്കെ എടുത്തിട്ട് നമ്മൾ ഇവർക്ക് കൊടുക്കണം. അല്ലാതെ ഇത് ചെയ്യുന്ന മാതിരി എപ്പോഴും ഒന്നും ചെയ്യരുത്. അത് കേടാണ്. ഇതാകുമ്പോൾ കുഴപ്പമില്ല. ഇത് ജൈവവളമാണ്. ഇത് ഒത്തിരി പ്രശ്നമല്ല. പിന്നെ ഇതിവിടെ സ്റ്റോക്ക് ചെയ്യുന്നുമില്ലല്ലോ നമ്മുടെ വളവേ. അതുകൊണ്ടിട്ട് കുഴപ്പമില്ല. മറ്റേതുപോലെയല്ല. എല്ലാവരും ട്രൈ ചെയ്യുക. സബ്സ്ക്രൈബും കമൻസും ഒക്കെ തന്ന് സഹായിക്കുക. ഓക്കെ. ഇവർക്കും വെക്കാറയാണിത്. ഇവർക്കും ഞാൻ ഈ വളമൊക്കെ കൊടുക്കുന്നത്. പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് ഒന്നും ഇവർക്ക് കൊടുക്കുന്നില്ല. എല്ലാം ഞാൻ കട്ട് ചെയ്ത് നിർത്തിയതാണ്. അപ്പോൾ അതിനെല്ലാം 2 വീതം ഉണ്ടോ, 2 വീതം കുഞ്ഞുങ്ങൾ ഇത് കൂമ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇവരും നമ്മളെ പരാജയപ്പെടുത്തുന്നില്ല. ഈ വളങ്ങൾ കൊടുക്കുന്നത് കൊണ്ടിട്ട് ഒരു പ്രശ്നവും ഇവർക്ക് ആർക്കുമില്ല. ഇവരത് നല്ലതുപോലെ സ്വീകരിക്കുന്നു. സുഖമായി അവരൊക്കെ ജീവിക്കുന്നു. അവരൊക്കെ കുളിപ്പിച്ച് ഞാനങ്ങോട്ട് നിർത്തും. ഇലയിലാണ് ഇവരെല്ലാം വളം ശേഖരിച്ച് വയ്ക്കുന്നത്. ഇതാണെന്നൊരിക്കൽ ചീഞ്ഞു പോയതാണ്. അവിടെ നിന്ന് ഞാനിതിനെ പൊക്കിയെടുത്തുകൊണ്ട് വന്നതാണ്. ഈ ഒരു ചെടി 2 കട്ട് ചെയ്താൽ കഴിഞ്ഞ് കുറച്ച് ഇതിന് ചീച്ചിൽ വന്നു. ഞാനത് കണ്ടില്ലായിരുന്നു. ഏതായാലും രണ്ടും വളരെ ഭംഗിയായിട്ട് ഓരോ കൊമ്പേ വന്നുള്ളെന്നൊരിക്കലും 2 ചെടിയായിട്ട് ഇപ്പോൾ അത് നിൽക്കുന്നു. ഇതിൽ 2 വീതം കൂമ്പ് വന്നിട്ടുണ്ട്. വളരെ സന്തോഷം. ഇതിലൊക്കെ ഉണ്ടാകുന്ന പൂക്കൾ അടിപൊളിയാണ്. ഞാനത് ഇതിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം എനിക്ക് അറിയത്തില്ലായിരുന്നു ഇതിന് എങ്ങനെയൊക്കെ വളം കൊടുക്കണമെന്ന്. ഇപ്പം ഞാനിതെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പം തരും ഇതിന് ഇവർക്കൊക്കെ. ഇത് തന്നെ ഈ ഓർക്കിഡ്സിന് കൊടുക്കുന്ന ഈ സാധനം തന്നെ ഞാൻ ഇവർക്കും കൊടുക്കും. എനിക്ക് ഞാൻ ഈ വളമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇത് പുതിയതായിട്ട് ഞാൻ മേടിച്ചതാണ്. അപ്പോൾ അവർക്ക് ഞാൻ ഈ വളം ഈ പുളി വെള്ളം ഇച്ചിരി ചേർന്ന് ഒഴിച്ചു. റോസ് കണ്ടോ, ഇതിൻ്റെ പോലെ നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെയാണെന്ന്. ഇതാണ് അതിനകത്തെ പ്രധാന രോഗം. അപ്പോൾ അവരെ ഞാൻ അകത്തിയാണ് നിർത്തിയിരിക്കുന്നത്. ഓർക്കിഡ് റോസ് പുതിയതായിട്ട് ഞാൻ മേടിച്ച കുറച്ച് ചെടികളുണ്ട്. അവരിൽ നിന്നെല്ലാം കുറേ ദൂരെയായിട്ടാണ് നിർത്തിയിരിക്കുന്നത്. അവർക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. വേറെ ഒരു ഇതാണ് പുളി രസമുള്ള വളങ്ങൾ, പുളിരസമുള്ള കീടനാശിനികളൊക്കെ ഇവർക്ക് ഒത്തിരി നല്ലതാണ്.